Good morning students, welcome to this video. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഷണ്ട് കപ്പാസിറ്റർ ഫിൽറ്ററിന്റെ ബേസിക് വർക്കിംഗ് പറഞ്ഞു. ഇതിന്റെ വർക്കിംഗിന്റെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റർ AC കമ്പോണന്റിനെ കടത്തിവിടും, DCയെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത് പ്യുവർ DC അല്ല, DC കമ്പോണന്റിന്റെ കൂടെ AC കമ്പോണന്റിന്റെ കാണും. നമുക്ക് അതിൽ നിന്ന് DC കമ്പോണന്റിൽ നിന്ന് AC കമ്പോണന്റിനെ ഫിൽട്ടർ ചെയ്യണം, വേർതിരിക്കണം, റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഫിൽട്ടർ സർക്യൂട്ട് ഉപയോഗിക്കാൻ പറ്റും. സാധാരണയായിട്ട് ഫിൽട്ടർ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത് ഇൻഡക്ടറും കപ്പാസിറ്ററുമാണ്. Inductors and capacitors are used for filter circuit. The aim of the filter circuit is to remove or filter AC component from DC. Okay. The output of the rectifier is a mixture of DC component and AC component. We need pure DC component. Okay. For that, we have to filter this AC component from DC. Okay. Capacitor and inductor are used as filters. Capacitor inductor ആണ് ഫിൽറ്റർ ആയിട്ട് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ ആദ്യമേ ഷണ്ട് കപ്പാസിറ്റർ ഫിൽറ്റർ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പറഞ്ഞു. കപ്പാസിറ്റർ ഫിൽറ്റർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഒരു ബേസിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC കമ്പോണന്റ്സിനെ ബൈപാസ് ചെയ്യും. നമുക്കറിയാം റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ആണിത്. ഇതാണ് നമ്മൾ ഫിൽറ്ററിലേക്ക് കൊടുക്കുന്നത്. ഫിൽറ്ററിലേക്ക് കൊടുക്കുമ്പോൾ ഇതിനകത്ത് AC കമ്പോണന്റും കാണും, DC കമ്പോണന്റും കാണും. AC കമ്പോണന്റ് കപ്പാസിറ്റർ വഴി ബൈപാസ് ചെയ്ത് പോകും, അത് ഔട്ട്പുട്ടിലോട്ട് പോകത്തില്ല. DC കമ്പോണന്റിനെ കപ്പാസിറ്റർ തടഞ്ഞു നിർത്തും, ബ്ലോക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചാണ് നമ്മൾ ഫിൽട്ടർ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത്. ഇനി നമ്മൾ ഫിൽറ്ററിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, we are applying this pulsating DC voltage to this filter. Okay, ഈ കപ്പാസിറ്റർ ഫിൽറ്ററിലേക്ക് നമ്മൾ പൾസേറ്റിംഗ് DC ആണ് അപ്ലൈ ചെയ്യുന്നത്. പൾസേറ്റിംഗ് DC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC കമ്പോണന്റിലൂടെ കലർന്ന DC, അതാണ് പൾസേറ്റിംഗ് DC. AC കമ്പോണന്റിലൂടെ മിക്സ് ചെയ്ത DC ആണ് ഈ പൾസേറ്റിംഗ് DC എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഈ ഫിൽറ്ററിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ ഫിൽറ്റർ അതിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി റെക്ടിഫയറിന്റെ കൂടെ വരച്ചിട്ടില്ല, സെപ്പറേറ്റ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത വീഡിയോയ്ക്കകത്ത് എങ്ങനെയാണ് ഫിൽറ്റർ കണക്ട് ചെയ്യുന്നതെന്നുള്ള ഫിഗറും കൂടെ ഉൾപ്പെടുത്താം. ഇപ്പോൾ ഈ ഫിൽറ്റർ സെപ്പറേറ്റ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. നമ്മൾ ഈ കപ്പാസിറ്റർ ഫിൽറ്ററിലേക്ക്, ഓക്കെ, ഇതിന്റെ പേര് ഷണ്ട് കപ്പാസിറ്റർ ഫിൽറ്റർ എന്നാണ്. ഷണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ എന്നാണ്. സോ ദിസ് കപ്പാസിറ്റർ ഈസ് കണക്ടഡ് ഇൻ പാരലൽ വിത്ത് ലോഡ് റെസിസ്റ്റർ. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് വി ആർ അപ്ലൈയിങ് പൾസേറ്റിംഗ് DC വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ. നമ്മൾ പൾസേറ്റിംഗ് DC ആണ് ഈ കപ്പാസിറ്ററിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. പൾസേറ്റിംഗ് DC എന്ന് പറഞ്ഞാൽ AC കമ്പോണന്റ് കൂടെ മിക്സ് ചെയ്ത DC ആണ് കപ്പാസിറ്ററിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഇനി നമ്മൾ വർക്കിംഗ് പറയണമെങ്കിൽ ഈ വേവ് ഫോം വെച്ചാണ് വർക്കിംഗ് പറയുന്നത്. ഓക്കെ, ദിസ് ഡോട്ടഡ് ലൈൻ ഇൻഡിക്കേറ്റ്സ് റെക്ടിഫയർ ഔട്ട്പുട്ട് ആൻഡ് ദിസ് ബോൾഡ് ലൈൻ ഇൻഡിക്കേറ്റ്സ് ഫിൽട്ടർ ഔട്ട്പുട്ട്. ആ ഡോട്ടഡ് ലൈൻ കൊണ്ട് കാണിച്ചിരിക്കുന്നത് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ആണ്, അതായത് ഫിൽട്ടർ ചെയ്യാത്ത ഔട്ട്പുട്ട് ആണ്. ACയും DCയും കൂടെ മിക്സ് ചെയ്ത ഔട്ട്പുട്ട് ആണ് റെക്ടിഫയറിന്റെ. അതാണ് ഡോട്ടഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത്. ആ ബോൾഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത്, ആ തിക്ക് ലൈൻ കാണിച്ചിരിക്കുന്നത് ഫിൽറ്റേർഡ് ഔട്ട്പുട്ട് ആണ്. ആ ഫിൽറ്റേർഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് DC മാത്രമേ കാണത്തുള്ളൂ. വളരെ വളരെ കുറച്ച് ഒരു ചെറിയ ഒരു AC കാണും. ഓക്കെ, 100% പെർഫെക്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഫിൽറ്ററിംഗ് നടക്കില്ല. ഓക്കെ, അപ്പോൾ ഫിൽറ്റേർഡ് ഔട്ട്പുട്ട് ആണ് ഈ തിക്ക് ലൈൻ വെച്ച് വരച്ചിരിക്കുന്നത്, അതായത് ബോൾഡ് ലൈൻ വെച്ച് വരച്ചിരിക്കുന്നത് ഈ ഫിൽറ്റേർഡ് ഔട്ട്പുട്ട് ആണ്. ഡോട്ടഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത് റെക്ടിഫയർ ഔട്ട്പുട്ടുമാണ്. ഓക്കെ, ഇനി നോക്ക്, as rectifier voltage increases, ഇത് കണ്ടോ, റെക്ടിഫയറിന്റെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് വരിക.
റെക്ടിഫയറിന്റെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് വരുമ്പോൾ അത് കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യും. ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യും. കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുമ്പോൾ കപ്പാസിറ്ററിന് അക്രോസ് ആയ വോൾട്ടേജ് കൂടും. ഓക്കെ, അപ്പോൾ ഇത് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ആണ്. റെക്ടിഫയറിൽ വോൾട്ടേജ് കൂടി വരുമ്പോൾ അത് കപ്പാസിറ്ററിനെ എന്തോ ചെയ്യും? ചാർജ് ചെയ്യും. ഓക്കെ, കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുകയും ചെയ്യും, ഈ ലോഡിന് കറണ്ട് കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ഈ സൈക്കിൾ നോക്കുക. ഇവിടെ റെക്ടിഫയർ വോൾട്ടേജ് കൂടി വരികയാണ്. റെക്ടിഫയറിന്റെ വോൾട്ടേജ് കൂടി വരുമ്പോൾ അത് കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുകയും ചെയ്യും, ഈ ലോഡ് റെസിസ്റ്ററിന് കറണ്ട് സപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ഓർത്തിരുന്നാൽ മതി. റെക്ടിഫയർ വോൾട്ടേജ് കൂടുമ്പോൾ കൂടിക്കൂടി വരുമ്പോൾ ഇത് റെക്ടിഫയർ വോൾട്ടേജ് കൂടിക്കൂടി വരികയാണ്. റെക്ടിഫയർ വോൾട്ടേജ് കൂടിക്കൂടി വരുമ്പോൾ അത് കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യും. As the rectifier voltage increases, it charges the capacitor and also supplies current to this load. റെക്ടിഫയർ അക്രോസ് ആയ വോൾട്ടേജ് കൂടുമ്പോൾ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുകയും ചെയ്യും, ലോഡിന് കറണ്ട് സപ്ലൈ ചെയ്യും. ഓക്കെ, അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് റെക്ടിഫയർ വോൾട്ടേജ് കൂടുമ്പോൾ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യും. ഓക്കെ, അപ്പോൾ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുമ്പോൾ capacitor is charged to peak value Vm of rectifier voltage. Okay, അപ്പോൾ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുന്നു. അപ്പോൾ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുമ്പോൾ കപ്പാസിറ്ററിന് അക്രോസ് ആയ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. എന്നിട്ട് അങ്ങനെ ഇൻക്രീസ് ചെയ്ത് പീക്ക് വാല്യൂ ആയ വിഎമ്മിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഓക്കെ, കപ്പാസിറ്ററിന് അക്രോസ് ആയ വോൾട്ടേജ് പീക്ക് വാല്യൂ ആയ വിഎമ്മിലേക്ക് എത്തിച്ചേരും. നിങ്ങൾ ഈ തിക്ക് ലൈനി എ തൊട്ട് ബി വരെ കാണിച്ചിരിക്കുന്നത് കപ്പാസിറ്റർ ചാർജ് ചെയ്യാണ്. കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോൾ കപ്പാസിറ്ററിന് അക്രോസ് ആയ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. വോൾട്ടേജ് കൂടി എയിൽ നിന്ന് ബിയിലെത്തും. ഓക്കെ, അപ്പോൾ റെക്ടിഫയർ അക്രോസ് ആയ വോൾട്ടേജ് കൂടുമ്പോൾ അത് കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യിക്കും. കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുമ്പോൾ കപ്പാസിറ്ററിന് അക്രോസ് ആയ വോൾട്ടേജ് കൂടും. ആ എ തൊട്ട് ബി വരെയുള്ള ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കപ്പാസിറ്ററിന് അക്രോസ് ആയ വോൾട്ടേജ് കൂടി വന്ന് പീക്ക് വാല്യൂ ആയ വിഎമ്മിലെത്തി. ഓക്കെ, ഇനി റെക്ടിഫയറിന് അക്രോസ് ആയിട്ടുള്ള റെക്ടിഫയറിന് അക്രോസ് ആയ വോൾട്ടേജ് കുറഞ്ഞു വരികയാണ്. റെക്ടിഫയറിന് അക്രോസ് ആയ വോൾട്ടേജ് കുറയുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്ത കപ്പാസിറ്ററിന് ഒരു ഹാബിറ്റ് ഉണ്ട്, ഡിസ്ചാർജ് ചെയ്യണം. അപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്ന കപ്പാസിറ്റർ നമുക്കറിയാം. അപ്പോൾ കപ്പാസിറ്റർ വിഎം വോൾട്ടേജിലേക്ക് ചാർജ് ചെയ്ത് നിൽക്കുകയാണ്. ആ ചാർജ് ചെയ്തിരിക്കുന്ന കപ്പാസിറ്ററിനെ ഡിസ്ചാർജ് ചെയ്യണം. അപ്പോൾ കപ്പാസിറ്റർ ഈ ലോഡ് റെസിസ്റ്റർ വഴി ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, അപ്പോൾ വിഎം വോൾട്ടേജിൽ ചാർജ് ചെയ്തിരിക്കുന്ന കപ്പാസിറ്റർ ലോഡ് റെസിസ്റ്റർ വഴി ഡിസ്ചാർജ് ചെയ്യും. ഏതെങ്കിലും ഒരു പാത്ത് വഴിയെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ കപ്പാസിറ്റർ ഇപ്പോൾ വിഎം വോൾട്ടേജിലേക്ക് ചാർജ് ചെയ്ത് നിൽക്കുകയാണ്. വിഎം വോൾട്ടേജിലേക്ക് ചാർജ് ചെയ്തിരിക്കുന്ന കപ്പാസിറ്റർ ഈ റെക്ടിഫയറിന്റെ വോൾട്ടേജ് കുറഞ്ഞു വരുമ്പോൾ ലോഡ് റെസിസ്റ്റർ വഴി ഡിസ്ചാർജ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞത് കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ അക്രോസ് ആയ വോൾട്ടേജ് കൂടി വരും. കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ അക്രോസ് ആയ വോൾട്ടേജ് കുറഞ്ഞു വരും. ആ ബി സി എന്ന ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഈ ബി സി എന്ന് പറയുന്ന ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കപ്പാസിറ്റർ ലോഡ് റെസിസ്റ്റർ വഴി ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ അക്രോസ് ആയ വോൾട്ടേജ് കുറയുന്നു. ആ ബി സി എന്ന ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ അക്രോസ് ആയ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റർ അക്രോസ് ആയ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും. Okay, as the capacitor discharges through load, voltage across it decreases. Okay, ഇനി നോക്കൂ, ഇവിടെ കപ്പാസിറ്ററും ഈ ലോഡ് റെസിസ്റ്ററും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കപ്പാസിറ്റർ അക്രോസ് ആയ വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജും കുറച്ചൊന്ന് കുറയും. കാരണം രണ്ട് കമ്പോണന്റ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ
രണ്ടിനും അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് സെയിം ആയിരിക്കും. നമുക്കറിയാം പാരലൽ കോമ്പിനേഷനിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും. അപ്പോൾ കപ്പാസിറ്റർ ലോഡ് റെസിസ്റ്റർ വഴി ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ അക്രോസ് ആയ വോൾട്ടേജ് കുറയും. അതാണ് ഈ BC എന്ന ലൈൻ കാണിക്കുന്നത്. അപ്പോൾ ലോഡ് റെസിസ്റ്റർ അക്രോസ് ആയ വോൾട്ടേജും കുറച്ചൊന്ന് കുറയും. അങ്ങനെ കുറഞ്ഞു വന്ന് ഒരുപാട് കുറയില്ല. കാരണം അടുത്ത സൈക്കിളിൽ വീണ്ടും റെക്ടിഫയറിന്റെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഈ സിയിലെത്തുമ്പോൾ അടുത്ത സൈക്കിളിൽ റെക്ടിഫയറിന് അക്രോസ് ആയ വോൾട്ടേജ് കൂടാൻ തുടങ്ങും. കപ്പാസിറ്റർ അക്രോസ് ആയ വോൾട്ടേജ് കുറഞ്ഞു വന്ന അവസാനം സിയിലെത്തി. ആ സിയിലെത്തുമ്പോൾ അടുത്ത സൈക്കിളിൽ വോൾട്ടേജ് കൂടി വരാൻ തുടങ്ങി. ആ സി എന്ന പോയിന്റ് എത്തുമ്പോഴത്തേക്ക് അടുത്ത സൈക്കിളിൽ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടാൻ തുടങ്ങി. റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുമ്പോൾ അത് വീണ്ടും കപ്പാസിറ്ററിനെ എന്തോ ചെയ്യും, ചാർജ് ചെയ്യിക്കും. ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരുന്ന കപ്പാസിറ്റർ എന്തോ ചെയ്യും, ചാർജ് ചെയ്യും. അപ്പോൾ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുന്നു. കപ്പാസിറ്ററിനെ വീണ്ടും ചാർജ് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ അക്രോസ് ആയ വോൾട്ടേജ് കൂടും. അതാണ് CD കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ CD കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റെക്ടിഫയറിന് അക്രോസ് ആയ വോൾട്ടേജ് കൂടാൻ തുടങ്ങുമ്പോൾ അത് വീണ്ടും കപ്പാസിറ്ററിനെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന കപ്പാസിറ്ററിനെ വീണ്ടും ചാർജ് ചെയ്യും. അപ്പോൾ കപ്പാസിറ്ററിന് അക്രോസ് ആയ വോൾട്ടേജ് കൂടി വന്ന് പീക്ക് വാല്യൂ ആയ VMലെത്തും. ആ ലൈൻ CD റെപ്രസെന്റ് ചെയ്യുന്നത് കപ്പാസിറ്ററിന് അക്രോസ് ആയ വോൾട്ടേജ് കൂടി വരുന്നു. എങ്ങനെ? കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യിക്കുമ്പോൾ കപ്പാസിറ്ററിന് അക്രോസ് ആയ വോൾട്ടേജ് കൂടി വന്ന് മാക്സിമം വോൾട്ടേജ് ആയ VMലെത്തും. ഇനി വീണ്ടും ഇത് കണ്ടോ, ഡിയിലെത്തിക്കഴിഞ്ഞാൽ വീണ്ടും റെക്ടിഫയറിന് അക്രോസ് ആയ വോൾട്ടേജ് കുറഞ്ഞു വരും. റെക്ടിഫയറിന് അക്രോസ് ആയ വോൾട്ടേജ് കുറയുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്തിരിക്കുന്ന കപ്പാസിറ്റർ വീണ്ടും ലോഡ് റെസിസ്റ്റർ വഴി എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും. ഇപ്പോൾ റെക്ടിഫയറിന് അക്രോസ് ആയ വോൾട്ടേജ് കുറയുമ്പോൾ ചാർജ് ചെയ്തിരിക്കുന്ന കപ്പാസിറ്റർ ലോഡ് റെസിസ്റ്റർ വഴി ഡിസ്ചാർജ് ചെയ്യും. ലോഡ് റെസിസ്റ്റർ വഴി ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കപ്പാസിറ്ററിന് അക്രോസ് ആയ വോൾട്ടേജ് വീണ്ടും കുറയും. ആ കപ്പാസിറ്ററിന് അക്രോസ് ആയ വോൾട്ടേജ് കുറയുന്നതാണ് D എന്ന ലൈൻ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കപ്പാസിറ്ററിന് അക്രോസ് ആയ വോൾട്ടേജ് വീണ്ടും കുറയും. അതാണ് D എന്ന ലൈൻ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ E എന്ന പോയിന്റിലെത്തുമ്പോൾ വീണ്ടും റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടാൻ തുടങ്ങണം. ഇതാണ് E എന്ന പോയിന്റ്. അവിടെ എത്തുമ്പോൾ വീണ്ടും റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടാൻ തുടങ്ങും. അത് വീണ്ടും കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യിക്കും. കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ അക്രോസ് ആയ വോൾട്ടേജ് വീണ്ടും കൂടും. അങ്ങനെ കൂടി വന്ന് Fലെത്തും. Fലെത്തി കഴിഞ്ഞാൽ വീണ്ടും നോക്ക്, റെക്ടിഫയർ അക്രോസ് ആയ വോൾട്ടേജ് കുറയാൻ തുടങ്ങും. അപ്പോൾ കപ്പാസിറ്റർ എന്തോ ചെയ്യും, വീണ്ടും ലോഡ് റെസിസ്റ്റർ വഴി ഡിസ്ചാർജ് ചെയ്യും. കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ വീണ്ടും കപ്പാസിറ്റർ അക്രോസ് ആയ വോൾട്ടേജ് കുറയും. അതാണ് ഈ ലൈൻ കാണിക്കുന്നത്, ആ F എന്ന് തുടങ്ങുന്ന ലൈൻ കാണിക്കുന്നത്. അങ്ങനെ നമുക്ക് ദിസ് പ്രോസസ് ഈസ് റിപ്പീറ്റഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. We get an output voltage waveform like this, A, B, C, D, E, F എന്നൊരു ഔട്ട്പുട്ട് വേവ്ഫോം കിട്ടും. Okay, this output contains very small AC component, negligible AC component. Okay, ഈ ഔട്ട്പുട്ട് വേവ്ഫോമിൽ വളരെ കുറഞ്ഞ റിപ്പിൾസ് മാത്രമേ കാണത്തുള്ളൂ. ഭൂരിഭാഗം AC കമ്പോണന്റിനെ നീക്കം ചെയ്യും. വളരെ സ്മോൾ എമൗണ്ട് റിപ്പിൾസ് മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഭൂരിഭാഗം റിപ്പിൾസിനെയും, അതായത് AC കമ്പോണന്റിനെ റിമൂവ് ചെയ്ത് കളഞ്ഞു. വളരെ കുറച്ച് റിപ്പിൾസ് മാത്രമേ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതാണ് ദിസ് ഈസ് ദ വർക്കിംഗ് ഓഫ് ഷണ്ട് കപ്പാസിറ്റർ ഫിൽറ്റർ. ഓക്കെ.